പത്തനംതിട്ടയിലെ ആ പ്രഭാതത്തിന് മണ്ണും മഴയും ചേർന്ന ഒരു പ്രത്യേക ഗന്ധമായിരുന്നു. മലയോര മേഖലയായതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിലെ മഴയ്ക്ക് ഒരു പ്രത്യേക തണുപ്പും ഗൗരവവുമുണ്ട്. പുലർച്ചെ പെയ്യാൻ തുടങ്ങിയ മഴ തോർന്നിട്ടില്ല. മരങ്ങളിൽ നിന്നും ഇലകളിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴുന്ന ശബ്ദം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു. ആ തണുപ്പിനെ വകവയ്ക്കാതെ കൃത്യം 6:15 തന്നെ ശാരദ മംഗലത്ത് തറവാടിന്റെ പടിക്കലെത്തി. ആ വലിയ ഇരുമ്പ് ഗേറ്റ് തുറക്കുമ്പോഴുള്ള നേർത്ത ശബ്ദം പോലും അവൾക്ക് പരിചിതമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശാരദയുടെ ജീവിതം ഈ ഗേറ്റിനുള്ളിലെ ഏതാനും സെന്റുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഈ പടിവാതിൽ കടക്കുമ്പോൾ ശാരദ തന്റെ അഭിമാനത്തെ പുറത്തഴിച്ചുവെക്കാറാണ് പതിവ്. കാരണം ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവൾ ശാരദയല്ല, മറിച്ച് മംഗലത്തെ പണിക്കാരി മാത്രമാണ്. മംഗലത്ത് തറവാട് ഒരു വലിയ സാമ്രാജ്യം പോലെയാണ്. ഓരോ മുക്കും മൂലയും അവൾക്ക് സ്വന്തം കൈവെള്ള പോലെ അറിയാം. എവിടെയാണ് ചിലന്തിവലകൾ കെട്ടാൻ സാധ്യതയുള്ളതെന്നും ഏത് ജനൽപ്പാളിയാണ് കാറ്റടിച്ചാൽ തനിയെ തുറക്കുന്നതെന്നും അവൾക്ക് മനപാഠമാണ്. ഉള്ളിൽ വലിയൊരു വേദനയും പേറി ജീവിക്കുമ്പോഴും ചെയ്യുന്ന ജോലിയിൽ ഒരു കുറവും വരുത്തരുതെന്ന് ശാരദയ്ക്ക് നിർബന്ധമുണ്ട്. വീടിന്റെ മുൻവാതിൽ തുറന്ന് അകത്ത് കയറി അവൾ ആദ്യം ചെയ്തത് പൂമുഖത്തെ പൊടി തട്ടുകയായിരുന്നു. വില കൂടിയ തേക്ക് തടിയിൽ തീർത്ത ഫർണിച്ചറുകൾ ശാരദയുടെ കൈകൾ സ്പർശിക്കുമ്പോൾ അവ തിളങ്ങാൻ തുടങ്ങും. പണ്ട് സ്വന്തം വീട്ടിലെ സോഫയിലിരുന്ന് പുസ്തകം വായിച്ചിരുന്ന ആ പഴയ ശാരദയെ അവൾ ഈ നിമിഷങ്ങളിൽ ബോധപൂർണം മറക്കാൻ ശ്രമിക്കും. ഓർമ്മകൾ ഒരു ചതിക്കുഴിയാണ്. അവ വർത്തമാനകാലത്തെ ജോലികൾക്ക് തടസ്സമാകും. അതിനുശേഷം അവൾ മുകളിലത്തെ നിലയിലേക്ക് നടന്നു. ഗായത്രി മേഡത്തിന്റെ മുറിക്ക് പുറത്ത് വലിയൊരു സിൽക്ക് സാരി തൂക്കിയിട്ടിട്ടുണ്ട്. ഇന്ന് ഗായത്രിയുടെ ക്ലബ്ബിലെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണ്. ആ സാരി ഒരു ചുളിവുപോലുമില്ലാതെ ഇസ്തിരിയിടുക എന്നത് ശാരദയുടെ ഉത്തരവാദിത്തമാണ്. ഇന്നവളുടെ ലോകം ഈ ചൂടുള്ള ഇസ്തിരിപ്പെട്ടിയും അടുക്കളയിലെ പുകയുമാണ്. 8 മണിയായപ്പോഴേക്കും അടുക്കളയിലെ ജോലികൾ പകുതിയിലധികം തീർന്നിരുന്നു. അപ്പോഴാണ് ഗായത്രി മേഡം താഴേക്ക് വന്നത്. അവർക്ക് പ്രായം 50-നടുക്കുന്നുണ്ടെങ്കിലും ഐശ്വര്യത്തിന് ഒരു കുറവുമില്ല. നല്ല വെളുത്ത നിറം, ആഭരണങ്ങളോടുള്ള ഭ്രമം അവരുടെ വിരലുകളിലും കഴുത്തിലും തിളങ്ങുന്നുണ്ട്. പക്ഷേ ആ തിളക്കമൊന്നും അവരുടെ കണ്ണുകളിലില്ലായിരുന്നു. ചുറ്റുമുള്ള മനുഷ്യരെ മനുഷ്യരായി കാണാനുള്ള ആ മനസ്സ് ഗായത്രിക്ക് എന്നോ നഷ്ടപ്പെട്ടിരുന്നു. പണം തരുന്നവർക്കും അന്തസ്സുള്ളവർക്കും മാത്രമേ അവർ സ്നേഹവും ബഹുമാനവും നൽകിയിരുന്നുള്ളൂ. ശാരദയെ സംബന്ധിച്ചിടത്തോളം അവൾ ആ വീടിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു ഉപകരണം മാത്രമായിരുന്നു. അടുക്കളയിലേക്ക് വന്ന ഗായത്രി ശാരദയെ ഒന്ന് നോക്കി. "ശാരദേ." ആ വിളിയിലൊരു അധികാരമുണ്ട്. "ഇന്നെന്റെ ലേഡീസ് ക്ലബ്ബിലെ സുഹൃത്തുക്കൾ വരുന്നുണ്ട്. വലിയ ചർച്ചകളും മീറ്റിംഗുമാണ്. നിനക്കറിയാമല്ലോ, അവരൊക്കെ വലിയ തറവാട്ടിലെ ആൾക്കാരാണ്. അതുകൊണ്ട് ഇന്ന് നീ അടുക്കളയിലിരുന്നല്ല ആഹാരം കഴിക്കേണ്ടത്. നിന്റെ പ്ലേറ്റും സാധനങ്ങളുമൊക്കെ എടുത്ത് ആ പുറത്തെ വരാന്തയിലിരുന്ന് കഴിച്ചോളൂ. അകമൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിരിക്കണം. അവർ വരുമ്പോൾ ഇവിടെ ഒരാൾ ഇരുന്ന് ആഹാരം കഴിക്കുന്നത് കാണാൻ എനിക്ക് താൽപ്പര്യമില്ല. പിന്നെ ആ സിങ്കിലെ പാത്രങ്ങളൊക്കെ ഉടനെ കഴുകി വെക്കണം." യാതൊരു സങ്കോചമില്ലാതെ വളരെ ലാഘവത്തോടെയാണ് ഗായത്രി അത് പറഞ്ഞത്. ശാരദ ഒന്ന് നിവർന്നു നിന്നു. താൻ പുലർച്ചെ എഴുന്നേറ്റ് വന്ന് തുടച്ചു വൃത്തിയാക്കിയ തറയാണിത്. താൻ അധ്വാനിച്ചുണ്ടാക്കിയ ആഹാരമാണ് ആ അടുക്കളയിലിരിക്കുന്നത്. രാവിലെ ഗായത്രിയുടെ കുടുംബത്തിനു വേണ്ടി ദോശയും ചമ്മന്തിയും ഉണ്ടാക്കുമ്പോൾ അവൾ അനുഭവിച്ച ക്ഷീണം ഗായത്രി കണ്ടില്ല. എന്നിട്ടും തന്നെ ഒരു ജീവിയായി പോലും പരിഗണിക്കാതെ പുറത്തേക്കിറക്കി വിടുമ്പോൾ അനുഭവിക്കുന്ന ആ അപമാനം വാക്കുകൾക്കപ്പുറമായിരുന്നു. പക്ഷേ അവൾ ഒന്നും മിണ്ടിയില്ല. പ്രതികരിച്ചാൽ ഈ ജോലിയും നഷ്ടപ്പെടും. തന്റെ മകളുടെ കോളേജ് ഫീസ് അടയ്ക്കാനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും എന്നവൾ ഭയന്നു. പ്രതികരിക്കാൻ അവൾക്ക് അവകാശമില്ലെന്ന് ലോകം അവളെ പഠിപ്പിച്ചിട്ടുണ്ട്. ശാരദ തന്റെ പ്ലേറ്റിൽ അല്പം കഞ്ഞിയും പയറുമെടുത്തു. പണ്ട് ആവി പറക്കുന്ന വിഭവങ്ങൾ ഡൈനിങ് ടേബിളിലിരുന്ന് കുടുംബത്തോടൊപ്പം കഴിച്ചവളാണ് ഇന്ന് ഗായത്രിയുടെ കൽപ്പനയനുസരിച്ച് അവൾ പുറത്തെ തണുത്ത കോലായിലേക്ക് നടന്നു. പുറത്ത് മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വരാന്തയിലെ തണുത്ത സിമന്റ് തറയിൽ അവൾ ഇരുന്നു. ആ തറയിലിരിക്കുമ്പോൾ അവൾക്ക് തന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടതുപോലെ തോന്നി. തന്റെ ജീവിതത്തിലെ ഏറ്റവും താഴ്ന്ന നിമിഷമാണിതെന്ന് അവൾക്ക് തോന്നി. സ്വന്തം കൈകൊണ്ട് തുടച്ച് വൃത്തിയാക്കിയ വീടിനുള്ളിലിരിക്കാൻ അവൾക്ക് യോഗ്യതയില്ലെന്ന് വരുത്തി തീർക്കുമ്പോൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ആ മാനസിക വേദന വിവരിക്കാനാവാത്തതാണ്. അവിടെ മംഗലത്തെ 2 നായ്ക്കൾ, ടൈഗറും ബ്രൂണോയും ഉണ്ടായിരുന്നു. ശാരദ പുറത്തേക്കു വന്നപ്പോൾ അവ വാലാട്ടി അവളുടെ അരികിലെത്തി. മനുഷ്യർ കാണിക്കാത്ത ഒരു സ്നേഹം ആ മൃഗങ്ങളുടെ കണ്ണുകളിലുണ്ടായിരുന്നു. ടൈഗർ അവളുടെ കാൽക്കൽ തലവെച്ചു. താൻ തനിച്ചല്ലെന്ന തോന്നൽ ആ മൃഗങ്ങൾ അവൾക്ക് നൽകി.
ശാരദ തന്റെ കയ്യിലുണ്ടായിരുന്ന ചോറിൽ നിന്നും ഒരു പങ്ക് ആ നായ്ക്കൾക്ക് നൽകി. അവ അവൾക്ക് ചുറ്റും സ്നേഹത്തോടെ കൂടി നിന്നു. ശാരദ ഒന്ന് കണ്ണടച്ചു. അവൾ പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ, ഈ അപമാനം സഹിക്കാൻ എനിക്ക് കരുത്ത് നൽകണേയെന്ന്. പകരം ചോദിക്കാനല്ല, മറിച്ച് തന്റെ മകൾക്ക് വേണ്ടി ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്തിനു വേണ്ടിയാണ് അവൾ പ്രാർത്ഥിച്ചത്. അനന്യ നന്നായി പഠിക്കണം, അവളെ ആരും ഇങ്ങനെയുള്ള പടികളിൽ ഇരുത്തരുത് എന്നവൾ മന്ത്രിച്ചു. ആ നിമിഷം ഗായത്രി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുകയായിരുന്നു. ഒരു കപ്പ് കാപ്പി സിപ്പ് ചെയ്തുകൊണ്ട് പുറത്തെ ആ ദയനീയ അവസ്ഥ കാണുമ്പോൾ അവർക്കൊന്നും തോന്നിയില്ല. ഒരു പാവം സ്ത്രീ നായ്ക്കൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അവർക്ക് വെറുമൊരു കാഴ്ച മാത്രമായിരുന്നു. ശാരദ ഒരു വേലക്കാരി മാത്രമാണെന്നും അവൾക്ക് അവിടെയാണ് സ്ഥാനമെന്നും ഗായത്രി ഉറച്ചു വിശ്വസിച്ചു. മനുഷ്യത്വം എന്ന വാക്കിന് ഗായത്രിയുടെ നിഘണ്ടുവിൽ സ്ഥാനമില്ലായിരുന്നു. ആകാശത്തെ കറുത്ത മേഘങ്ങൾക്കിടയിൽ നിന്നും ഒരു മിന്നൽ പിണറ് പോലെ മാറ്റത്തിന്റെ കാഹളം മുഴങ്ങാൻ പോകുകയായിരുന്നു. ശാരദ തന്റെ പാത്രത്തിലെ അവസാന വറ്റും കഴിച്ചെഴുന്നേറ്റു. ആ പടിയിൽ അവൾ ഇരുന്നിരുന്നിടത്ത് ഒരു നനവുണ്ടായിരുന്നു. അത് മഴത്തുള്ളികളാണോ അതോ അവളുടെ കണ്ണു നിറഞ്ഞൊഴുകിയതാണോ എന്നാരും കണ്ടില്ല. ഗായത്രിയുടെ അഹങ്കാരത്തിനു മുകളിൽ വിധി അതിന്റെ കരുക്കൾ നീക്കി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഈ കഥ വെറുമൊരു പകവീട്ടലിൻ്റേതല്ല, മറിച്ച് തകർന്നുപോയ ഒരു അമ്മയുടെയും മകളുടെയും ഉയിർത്തെഴുന്നേൽപ്പിൻ്റേതാണ്. ശാരദ പാത്രം കഴുകി വെക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒരു കാര്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്: തന്റെ അന്തസ്സ് താൻ ആരുടെ മുന്നിലും അടിയറ വെക്കില്ല എന്നത്. പത്തനംതിട്ടയിലെ ആ തണുത്ത വരാന്തയിലിരുന്ന് അവസാനത്തെ തുള്ളി കണ്ണിയും കുടിച്ചു തീർക്കുമ്പോൾ ശാരദയുടെ മനസ്സ് 10-12 വർഷം പുറകിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. ഗായത്രിയുടെ വീട്ടിലെ പണിക്കാരി എന്ന ലേബലിലേക്ക് ചുരുങ്ങുന്നതിനു മുൻപ് ലോകം അവളെ അറിഞ്ഞിരുന്നത് മറ്റൊരു പേരിലായിരുന്നു. ബാംഗ്ലൂരിലെ IT ഇടനാഴികളിലെ പ്രമുഖമായൊരു ഫിനാൻഷ്യൽ കമ്പനിയുടെ നട്ടെല്ലായിരുന്നു ശാരദ. കണക്കുകളുടെ ലോകത്തെ മാന്ത്രിക എന്ന് മാധ്യമങ്ങൾ പോലും അവളെ വിശേഷിപ്പിച്ചു. അവളുടെ ഓരോ തീരുമാനങ്ങളും കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് കമ്പനികൾക്ക് നേടിക്കൊടുത്തിരുന്നത്. അന്ന് അവൾ താമസിച്ചിരുന്നത് ഇന്ദിരാനഗറിലെ വലിയൊരു പെന്റ് ഹൗസിലായിരുന്നു. വൈകുന്നേരങ്ങളിൽ ഗ്ലാസ് വിൻഡോയിലൂടെ ബാംഗ്ലൂർ നഗരത്തിന്റെ വെളിച്ചം നോക്കി നിൽക്കുമ്പോൾ താൻ പടുത്തുയർത്തിയ സാമ്രാജ്യത്തെക്കുറിച്ച് അവൾക്ക് വലിയ അഭിമാനം തോന്നിയിരുന്നു. ഭർത്താവ് വിവേകും മകൾ അനന്യയും അടങ്ങുന്ന സുന്ദരമായ ലോകം. വിവേക് ഒരു ബിസിനസ്സുകാരനായിരുന്നു, പുറമേ മാന്യനും ഉള്ളിൽ കുടിലനുമായ ഒരാൾ. ശാരദയുടെ പദവിയും പേരും ഉപയോഗിച്ച് അവൻ കമ്പനിയുടെ ഫണ്ടുകൾ വകമാറ്റിയത് അവൾ അറിഞ്ഞില്ല. സ്നേഹിച്ച പുരുഷനെ അന്ധമായി വിശ്വസിച്ചതായിരുന്നു ശാരദ ചെയ്ത ഏക പിഴവ്. തന്റെ ഉപ്പും സീലും വിവേക് ദുരുപയോഗം ചെയ്യുന്നത് ഒരു വലിയ ദുരന്തത്തിന്റെ തുടക്കമാണെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആ കറുത്ത ദിനം ഇന്നും അവളുടെ ഓർമ്മയിൽ കനലായി എരിയുന്നുണ്ട്. വിവേക് സമർത്ഥമായി എല്ലാ തെളിവുകളും ശാരദയുടെ പേരിലാക്കിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തകർന്നു നിൽക്കുമ്പോഴും വിവേക് അവളെ രക്ഷിക്കുമെന്ന് അവൾ കരുതി. പക്ഷേ കോടതിയിൽ അവൻ അവളെ തള്ളിപ്പറഞ്ഞു. 6 മാസത്തെ ജയിൽവാസവും 14 മാസം നീണ്ടുനിന്ന കോടതി നടപടികളും ശാരദയെ ആകെ തകർത്തു കളഞ്ഞു. അവൾക്ക് എല്ലാം നഷ്ടമായി: ജോലി, വീട്, സമ്പാദ്യം, എല്ലാറ്റിലുമുപരി അന്തസ്സ്. വിവേക് മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്തപ്പോൾ ശാരദ വെറുമൊരു സാമ്പത്തിക കുറ്റവാളിയായി സമൂഹത്തിന്റെ കണ്ണിലൊതുങ്ങി. ജയിൽ മോചിതയായി വരുമ്പോൾ കയ്യിലാകെ ഉണ്ടായിരുന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ അനന്യയുടെ കൈകളായിരുന്നു. ലോകം അവളെ ഒരു സാമ്പത്തിക കുറ്റവാളിയായി മുദ്രകുത്തിയിരുന്നു. പഴയ സുഹൃത്തുക്കൾ ഫോൺ എടുക്കാതായി. വലിയ കമ്പനികളുടെ വാതിലുകൾ അവൾക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. ആ സാഹചര്യത്തിലാണ് ഒളിച്ചോടാനല്ല, മറിച്ച് അതിജീവിക്കാനായി അവൾ സ്വന്തം നാടായ പത്തനംതിട്ടയിലേക്ക് വണ്ടി കയറിയത്. ആരും തിരിച്ചറിയാത്തൊരിടത്ത് അവൾ വീട്ടുജോലിക്ക് പോകാൻ തീരുമാനിച്ചു. മംഗലത്ത് തറവാട്ടിലെ ജോലിക്കാരിയായി മാറുമ്പോഴും അവൾ ആരോടും പരാതി പറഞ്ഞില്ല. അവിടുത്തെ ചാണകം മെഴുകിയ തറകളും പുകപിടിച്ച അടുക്കളയും തന്റെ ജീവിതത്തിന്റെ ഭാഗമായി അവൾ സ്വീകരിച്ചു. പക്ഷേ പകൽ മുഴുവൻ ഗായത്രി മേഡം കൊടുക്കുന്ന പഴകിയ ആഹാരം കഴിക്കുമ്പോഴും ശാരദയുടെ തലച്ചോറ് വിശ്രമിച്ചിരുന്നില്ല. ഓരോ രാത്രിയും അവൾക്ക് പുതിയൊരു പരീക്ഷണശാലയായിരുന്നു. മകൾ ഉറങ്ങിക്കഴിഞ്ഞാൽ വീടിന്റെ മൂലയിലുള്ള ചെറിയ മുറിയിലിരുന്ന് അവൾ തന്റെ പഴയ ലാപ്ടോപ്പ് തുറക്കും. ഒരു റബ്ബർ ബാൻഡ് കൊണ്ട് ചുറ്റിവെച്ച സ്ക്രീനിൽ വിള്ളലുകളുള്ള ആ പഴയ ലാപ്ടോപ്പാണ് അവളുടെ ഏക ആയുധം. ഇന്റർനെറ്റ് കഫേകളിൽ നിന്നും മറ്റും ലഭിക്കുന്ന ചെറിയ സിഗ്നലുകൾ ഉപയോഗിച്ച് അവൾ പുതിയൊരു ടെക്നോളജി വികസിപ്പിക്കുകയായിരുന്നു. ക്ലീൻ എനർജി മേഖലയിൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അൽഗോരിതം. തന്റെ പഴയ അറിവുകളെയും പുതിയ ടെക്നോളജിയെയും അവൾ സമന്വയിപ്പിച്ചു. അതിനിടയിലാണ് പഴയ സുഹൃത്തും ബിസിനസ് പാർട്ട്ണറുമായ മാധവൻ അവളെ കണ്ടെത്തുന്നത്. ശാരദയുടെ ബുദ്ധിശക്തിയിൽ മാധവന് പൂർണ്ണ വിശ്വാസമായിരുന്നു. ശാരദ, നിനക്ക് നീതി ലഭിക്കണം, നിന്റെ ഈ ഐഡിയ ലോകം അംഗീകരിക്കണം, മാധവൻ പറയുമായിരുന്നു.
കഴിഞ്ഞ 2 വർഷമായി ശാരദയും മാധവനും ചേർന്ന് അനന്യ സിസ്റ്റംസ് എന്ന പേരിൽ രഹസ്യമായി ഒരു സ്റ്റാർട്ടപ്പ് കെട്ടിപ്പടുത്തു. ശാരദയുടെ ബുദ്ധിയും മാധവന്റെ നിക്ഷേപവും ചേർന്നപ്പോൾ അതൊരു വിപ്ലവമായി മാറി. വീട്ടുജോലി കഴിഞ്ഞുവരുന്ന ശാരദ പുലർച്ചെ വരെ കണക്കുകളും കോഡിങ്ങും ശരിയാക്കാൻ ഉറക്കമൊഴിഞ്ഞു. വിറകുപുരയിലെ മങ്ങിയ വെളിച്ചത്തിലിരുന്ന് അവൾ ലോകത്തെ മാറ്റിമറിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി. രാത്രിയിലെ ഉറക്കമില്ലാത്ത മണിക്കൂറുകൾക്ക് വ്യക്തമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഓരോ പരീക്ഷണവും പരാജയപ്പെടുമ്പോൾ അവൾ മകളുടെ മുഖത്തേക്ക് നോക്കും. അമ്മേ, നമുക്ക് പഴയതുപോലെ ബംഗ്ലൂരിലേക്ക് പോകാൻ പറ്റുമോ എന്ന് അനന്യ ചോദിക്കുമ്പോൾ ശാരദ അവളുടെ നെറ്റിയിൽ ചുംബിക്കും. പോകും മോളെ, നമ്മൾ പോയതിനേക്കാൾ വലിയ നിലയിൽ തിരിച്ചുപോകും എന്നവൾ മന്ത്രിക്കും. ആ വാക്കുകൾ കേവലമൊരു ആശ്വാസമല്ല, മറിച്ച് ഉറച്ചൊരു തീരുമാനമായിരുന്നു. താൻ കുറ്റവാളിയല്ലെന്നും ബുദ്ധിശാലിയായൊരു സംരംഭകയാണെന്നും തെളിയിക്കാനുള്ള വാശി. ഈ 2 വർഷത്തിനിടയിൽ ശാരദ ഒരിക്കൽ പോലും തന്റെ പശ്ചാത്തലം മംഗലത്ത് തറവാട്ടിൽ വെളിപ്പെടുത്തിയില്ല. അവിടുത്തെ മറ്റുള്ളവർക്കെല്ലാം ശാരദ പാവം പിടിച്ച ഭാഗ്യം കെട്ട ഒരു വിധവയായിരുന്നു. ഗായത്രി മേഡത്തിന്റെ പട്ടുസാരികൾ ഇസ്തിരിയിടുമ്പോൾ ശാരദ വിചാരിച്ചിരുന്നത് തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത പേറ്റന്റുകളെക്കുറിച്ചായിരുന്നു. ഗായത്രി തന്നെ ഒരു കസേരയിൽ ഇരിക്കാൻ പോലും അനുവദിക്കാത്തപ്പോൾ ശാരദ ഉള്ളിൽ ചിരിക്കും. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾ തന്റെ ടെക്നോളജി വാങ്ങാൻ ക്യൂ നിൽക്കുകയാണെന്ന് അവൾക്കറിയാമായിരുന്നു. അന്തസ്സും പദവിയും പണവും അല്ല ഒരു മനുഷ്യന്റെ വില എന്നത് അയാളുടെ അറിവാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞയാഴ്ചയാണ് ആ വലിയ വാർത്ത വന്നത്. ജർമ്മനിയിലെ ഒരു പ്രമുഖ കമ്പനി ശാരദയുടെ സ്റ്റാർട്ടപ്പ് ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്നു. കോടികളുടെ ഇടപാട്. ശാരദയുടെ ഓഹരി വിഹിതം മാത്രം കണക്കാക്കിയാൽ അവൾക്കിനി 7 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ള സ്വത്തുണ്ടാകും. പക്ഷേ അത് രഹസ്യമാക്കാനാണ് ശാരദ തീരുമാനിച്ചത്. താൻ ഇപ്പോഴും ജോലിക്കാരിയായി നിൽക്കുന്ന ഈ വീടിന്റെ പടിവാതിൽക്കൽ വെച്ച് തന്നെ തന്റെ വിജയം ലോകമറിയണമെന്ന് അവൾ ആഗ്രഹിച്ചു. അതൊരു പ്രതികാരമായിട്ടല്ല, മറിച്ച് കഠിനാധ്വാനത്തിന്റെ വിജയമായിട്ടാണ് അവൾ കണ്ടത്. തന്നെ പുറത്താക്കിയ അതേ ലോകം തന്നെ തേടി വരുമെന്ന ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു. അന്ന് ആ ഉമ്മറപ്പടിയിലിരിക്കുമ്പോൾ ശാരദയുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. മാധവനായിരുന്നു അത്. കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു. ഞങ്ങൾ വരികയാണ്. ശാരദ, നിനക്കിനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ശാരദയുടെ കണ്ണുകൾ നിറഞ്ഞു. 12 വർഷത്തെ അപമാനം, കഷ്ടപ്പാട്, കണ്ണുനീർ എല്ലാം ഈ ഒറ്റ മെസ്സേജിലൂടെ കഴുകിക്കളയപ്പെട്ടിരിക്കുന്നു. താൻ തുടച്ചുമിനുക്കിയ ഈ വീടിന്റെ തറയിൽ ഇനി താൻ തലയുയർത്തി നിൽക്കും. തന്റെ മകൾക്ക് തലയുയർത്തി നടക്കാൻ ഒരു വഴി അവൾ വെട്ടിത്തുറന്നിരിക്കുന്നു. ഗായത്രി മേഡം അകത്ത് തന്റെ സുഹൃത്തുക്കളുമായി ഉച്ചത്തിലുള്ള സംസാരത്തിലാണ്. ഈ ശാരദയ്ക്ക് വിവരമൊന്നുമില്ലെങ്കിലും പണിക്ക് നല്ല ഉഷാറാണ് എന്ന് ഗായത്രി പറയുന്നത് ശാരദ കേട്ടു. ആ വാക്കുകൾക്ക് ഇനി അവളിൽ വേദനയുണ്ടാക്കാൻ കഴിയില്ല. ശാരദ ഒന്നും മിണ്ടിയില്ല. പണിയിൽ മാത്രമല്ല, ജീവിതത്തിലും താൻ ഉഷാറാണെന്ന് തെളിയിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ആകാശത്ത് മഴക്കാറുകൾ നീങ്ങി വെളിച്ചം വരാൻ തുടങ്ങുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം ജയിച്ചു കഴിഞ്ഞെന്ന ഉറപ്പോടെ ശാരദ ആ പാത്രം കഴുകാനായി എഴുന്നേറ്റു. അവളുടെ നടത്തിൽ പണ്ടത്തെ ആ കോർപ്പറേറ്റ് ഓഫീസറുടെ വേഗതയും ദൃഢതയും തിരിച്ചു വന്നിരുന്നു. വിധി കാത്തുവെച്ച ആ വലിയ സർപ്രൈസ് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം അകലെയാണ്. മുറ്റത്തൊരു കാറിന്റെ ഹോൺ ശബ്ദം കേൾക്കാൻ അവൾ കാതോർത്തു. ഓരോ നിമിഷവും അവളിൽ ആത്മവിശ്വാസം നിറച്ചുകൊണ്ടിരുന്നു. ശാരദ തന്റെ കീറി തുടങ്ങിയ സാരിയുടെ തുമ്പ് തോളിലെടുത്ത് ഒരു യുദ്ധം ജയിച്ച പോരാളിയെപ്പോലെ മുറ്റത്തേക്ക് നോക്കി നിന്നു. മംഗലത്ത് തറവാടിന്റെ മുറ്റത്ത് അപ്പോഴും മഴയുടെ ഈർപ്പം ബാക്കിയുണ്ടായിരുന്നു. ആകാശത്തെ കറുത്ത മേഘങ്ങൾക്കിടയിലൂടെ വെയിൽ നാളങ്ങൾ പതുക്കെ പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നു. ശാരദ വരാന്തയിലെ പടിയിൽ നിന്നും എഴുന്നേറ്റ് തന്റെ എച്ചിൽ പാത്രം കഴുകാനായി കിണറ്റരികിലേക്ക് നടന്നു. അവളുടെ ഓരോ ചുവടിലും ഒരു പുതിയ ദൃഢതയുണ്ടായിരുന്നു. താൻ അനുഭവിച്ച അപമാനങ്ങളുടെ കയ്പ് ഇനി വെറും മിനിറ്റുകൾക്കകം ഇല്ലാതാകുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഗായത്രി മേഡം അകത്ത് സുഹൃത്തുക്കളോടൊപ്പം ചിരിച്ചുല്ലസിക്കുന്ന ശബ്ദം ഇടയ്ക്കിടെ പുറത്തേക്ക് കേൾക്കാം. ആ ചിരികൾക്കിനി അധികം ആയുസ്സില്ലെന്ന് ശാരദ ഉള്ളിലോർത്തു. പണ്ട് തന്റെ പേരിൽ കള്ളക്കേസുണ്ടാക്കി ജയിലിലടച്ച വിവേകിനും തന്നെ പുറത്തെ ഉമ്മറപ്പടിയിലിരുത്തിയ ഗായത്രിക്കും ഒരുപോലെ ലഭിക്കാൻ പോകുന്ന മറുപടിയായിരുന്നു അത്. പെട്ടെന്നാണ് റോഡിന്റെ അറ്റത്തുമൊന്നും ഒരു ശബ്ദം കേട്ടത്. അതൊരു സാധാരണ വാഹനത്തിന്റെ ശബ്ദമായിരുന്നില്ല. ശക്തിയേറിയ അധികാരമുള്ള ഒരു എഞ്ചിന്റെ ഗർജനം. മംഗലത്തെ തെരുവിലൂടെ ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരമൊരു ശബ്ദം. തറവാടിന്റെ വലിയ ഇരുമ്പ് ഗേറ്റിനു മുന്നിൽ ആ ശബ്ദം വന്നു നിന്നു. ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു. ആ മുറ്റത്തേക്ക് ചോര ചുവപ്പുള്ള ഒരു ഫെരാരി റോമ കാർ സാവധാനം പ്രവേശിച്ചു. ആ ചുവന്ന നിറം ആ പച്ചപ്പുള്ള അന്തരീക്ഷത്തിൽ ഒരു തീജ്വാല പോലെ തോന്നിപ്പിച്ചു. മുറ്റത്തെ ചരലുകളിൽ ടയറുകൾ അമരുന്ന ശബ്ദം കേട്ട് അകത്തിരുന്നവർ നിശബ്ദരായി.
ഗായത്രി മേഡവും സുഹൃത്തുക്കളും ശബ്ദം കേട്ട് ആകാംക്ഷയോടെ പുറത്തേക്ക് ഓടിവന്നു. ഇതാര്? ഈ വണ്ടി ഇവിടെ ആരുടെ അടുത്താണ് വന്നത്? ഗായത്രി ആശ്ചര്യത്തോടെ ചോദിച്ചു. തന്റെ ക്ലബ്ബിലെ ഏതെങ്കിലും വലിയ പണക്കാരായ സുഹൃത്തുക്കളായിരിക്കും നേരത്തെ എത്തിയത് എന്ന് കരുതി ഗായത്രി തന്റെ വില കൂടിയ സാരി ഒന്നുകൂടി ഒതുക്കി പൂമുഖത്തു പോയി നിന്നു. മുഖത്തെ ഏറ്റവും നല്ല പുഞ്ചിരി വരുത്തിക്കൊണ്ട് ആ ഗസ്റ്റ് ആരായാലും അവരെ സ്വീകരിക്കാൻ അവർ തയ്യാറായി. പക്ഷേ ആ കാർ ഉമ്മറത്ത് നിൽക്കാതെ നേരെ പോയി നിന്നത് ശാരദ പാത്രം കഴുകി നിന്നിരുന്ന കിണറ്റരികിന് അഭിമുഖമായാണ്. കാറിന്റെ വാതിൽ മുകളിലേക്ക് ഉയർന്നു തുറന്നു. ആദ്യം പുറത്തിറങ്ങിയത് ഒരു യുവതിയായിരുന്നു. കറുത്ത ലക്ഷറി ബ്ലേസറും മുടി ഭംഗിയായി കെട്ടിവെച്ച ആത്മവിശ്വാസം തുടിക്കുന്ന ഒരു പെൺകുട്ടി. അവളുടെ കയ്യിൽ വില കൂടിയ ഒരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു. കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം. അത് അനന്യയായിരുന്നു, ശാരദയുടെ മകൾ. രാവിലെ ഒരു പഴയ ചുരിദാർ ധരിച്ച് ബസ്സിൽ കോളേജിലേക്ക് പോയ ആ പെൺകുട്ടിയല്ല ഇത്. ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അനന്തരാവകാശിയെപ്പോലെ അവൾ മുറ്റത്തേക്കിറങ്ങി. അവൾക്ക് പിന്നാലെ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും മാധവനും ഇറങ്ങി. കോട്ടും സ്യൂട്ടും ധരിച്ച മാധവനെ കണ്ടപ്പോൾ ഗായത്രിയുടെ ഉള്ളിലൊരു ഭയം ഉടലെടുത്തു. ഗായത്രിക്ക് വിശ്വസിക്കാനായില്ല. അനന്യയോ? ഇതെന്താ ഇങ്ങനെയൊരു മാറ്റം? ഈ വണ്ടി എവിടുന്ന് വന്നു? ഗായത്രി വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. അനന്യ ഗായത്രിയെ ഒന്നുപോലും നോക്കിയില്ല. അവൾ നേരെ നടന്നത് കിണറ്റരികിൽ മുഷിഞ്ഞ സാരിയുമായി നിൽക്കുന്ന തന്റെ അമ്മയുടെ അടുത്തേക്കായിരുന്നു. ശാരദയുടെ കൈകൾ അപ്പോഴും നനഞ്ഞിരുന്നു. അനന്യ തന്റെ അമ്മയുടെ കൈകൾ മുറുകെ പിടിച്ചു. അമ്മേ, ഇനി മതി. ഇത്രയും കാലം അമ്മ ഇവിടെ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും അപമാനങ്ങൾക്കും ഇന്ന് അവസാനമായിരിക്കുന്നു. നമ്മൾ കാത്തിരുന്ന ആ നിമിഷം വന്നെത്തിയിരിക്കുന്നു. അനന്യയുടെ ശബ്ദത്തിൽ ഒരു വിജയത്തിന്റെ ഗാംഭീര്യമുണ്ടായിരുന്നു. മാധവൻ ഗായത്രിയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അദ്ദേഹത്തിന്റെ നടത്തിൽ ഒരു കോർപ്പറേറ്റ് തലവന്റെ പൗരുഷമുണ്ടായിരുന്നു. നമസ്കാരം ഗായത്രി മേഡൻ. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്നെനിക്കറിയാം. ഇവിടെ വെറുമൊരു വേലക്കാരിയായി കണ്ട ഈ സ്ത്രീ, അതായത് ശാരദ, ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ലീൻ എനർജി ടെക്നോളജി കമ്പനിയുടെ ഫൗണ്ടറാണ്. അവൾ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഒരു ജർമ്മൻ കമ്പനി $94 മില്യൺ ഏറ്റെടുത്തു കഴിഞ്ഞു. ആ കരാറിന്റെ മൂല്യം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏകദേശം 780 കോടി രൂപയാണ്. മാധവൻ ശാന്തമായും എന്നാൽ കൃത്യമായും പറഞ്ഞു. ഗായത്രിയുടെ ചുറ്റും നിന്നിരുന്ന സുഹൃത്തുക്കൾ ശ്വാസം വിടാൻ പോലും മറന്നു നിന്നുപോയി. ഗായത്രിയുടെ മുഖത്തെ ചായ മലിഞ്ഞു പോകുന്നതുപോലെ തോന്നി. എന്ത്? ശാരദയോ? ഇവൾക്കെന്തറിയാനാണ്? ഇവളിവിടെ പാത്രം കഴുകുകയും നിലം തുടയ്ക്കുകയുമല്ലായിരുന്നോ? നിങ്ങളെന്നെ കളിയാക്കുകയാണോ? ഗായത്രിക്ക് ശബ്ദം പുറത്തു വരുന്നില്ലായിരുന്നു. മാധവൻ പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. അതായിരുന്നു നിങ്ങളുടെ തെറ്റ് ഗായത്രി. നിങ്ങളൊരു മനുഷ്യന്റെ വസ്ത്രത്തിലും അയാൾ ചെയ്യുന്ന ജോലിയിലുമാണ് അന്തസ്സ് തിരഞ്ഞത്. പണമുള്ളവർക്ക് മാത്രം നിങ്ങൾ ഇരിക്കാൻ കസേര നൽകി. പക്ഷെ ആ സമയം കൊണ്ട് ശാരദ തന്റെ ബുദ്ധി ഉപയോഗിച്ച് ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കുകയായിരുന്നു. ഈ മുറ്റത്ത് അവൾ അപമാനിക്കപ്പെട്ട ഓരോ നിമിഷവും അവൾ തന്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയായിരുന്നു. നിങ്ങൾ കൊടുത്ത പഴയ ആഹാരം കഴിക്കുമ്പോഴും അവൾ കോടിക്കണക്കിന് രൂപയുടെ ആൽഗോരിതങ്ങൾ മനസ്സിൽ തയ്യാറാക്കുകയായിരുന്നു. ഇന്നവൾ ഈ പടിവാതിൽ കടന്നു പോകുന്നത് ഒരു സാധാരണ സ്ത്രീയല്ല, മറിച്ച് ലോകം ആദരിക്കുന്ന ഒരു CEO ആയിട്ടാണ്. ഈ തറവാട് പോലെ 1000 തറവാട് വാങ്ങാനുള്ള സ്വത്ത് ഇന്നവളുടെ അക്കൗണ്ടിലുണ്ട്. ശാരദ മെല്ലെ തന്റെ അരയിലുണ്ടായിരുന്ന ആ പഴയ ആപ്രോൺ അഴിച്ചു. ആപ്രോണിലെ ഓരോ കറയും അവളുടെ അധ്വാനത്തിന്റെ അടയാളമായിരുന്നു. അവളത് മടക്കി ആ ഫെറാരിയുടെ ബോണറ്റിൽ വെച്ചു. മേഡം, ഈ ജോലി എനിക്ക് നൽകിയതിന് നന്ദി. ഈ പടിക്കലിരുന്നാണ് ഞാൻ ലോകത്തെ ഏറ്റവും വലിയ പഠങ്ങൾ പഠിച്ചത്. മനുഷ്യന്റെ അഹങ്കാരത്തിനു മുന്നിൽ എങ്ങനെ തളരാതെ നിൽക്കണമെന്നും ആർക്കും ആരുടെയും അന്തസ്സ് വിലക്കി വാങ്ങാൻ കഴിയില്ലെന്നും നിങ്ങൾ എന്നെ പഠിപ്പിച്ചു. ശാരദയുടെ വാക്കുകളിൽ പകയുണ്ടായിരുന്നില്ല, പകരം വലിയൊരു ശാന്തതയായിരുന്നു. അവൾ തന്റെ പഴയ വിരലുകളൊന്ന് കോർത്തുപിടിച്ചു. അനന്യ തന്റെ അമ്മയുടെ കൈ പിടിച്ച് കാറിലേക്ക് നയിച്ചു. മാധവൻ കാറിന്റെ പിൻവാതിൽ തുറന്നുകൊടുത്തു. അമ്മേ, നമുക്ക് പോകാം. നമുക്ക് വേണ്ടി ലോകം കാത്തിരിക്കുന്നു. വിവേക് ചെയ്ത ചതിയുടെ കാലം അവസാനിച്ചു. നിയമപരമായി എല്ലാ തെളിവുകളും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അമ്മയുടെ പേരിലുണ്ടായിരുന്ന ആ കറ ഇനി ഒരിക്കലും ഉണ്ടാവില്ല, അനന്യ പറഞ്ഞു. കാറിൽ കയറുന്നതിനു മുൻപ് ശാരദ ഒരിക്കൽ കൂടി ആ തറവാട്ടിലേക്ക് നോക്കി. അവിടെ നായ്ക്കൾ ടൈഗറും ബ്രൂണോയും വാലാട്ടി അവളെ തന്നെ നോക്കി നിൽക്കുന്നു. അവയോട് മാത്രം അവൾ നിശബ്ദമായി യാത്ര പറഞ്ഞു. കാർ സ്റ്റാർട്ടായി. ആ ചുവന്ന കാർ മുറ്റത്തു നിന്നും സാവധാനം ഗേറ്റിന് പുറത്തേക്ക് നീങ്ങി. ഗായത്രി അപ്പോഴും ഉമ്മറത്തൊരു കല്ല് പോലെ നിന്നുപോയി.
തന്റെ മുന്നിൽ അനേകം വർഷങ്ങൾ ഒരു സാധാരണ വേലക്കാരിയായി അഭിനയിച്ചത് യഥാർത്ഥത്തിൽ ഒരു കോടീശ്വരിയായിരുന്നു എന്ന സത്യം അവർക്ക് ഉൾക്കൊള്ളാനായില്ല. അവരുടെ കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഓരോരുത്തരായി സ്ഥലം വിട്ടു തുടങ്ങി. എല്ലാവർക്കും ശാരദയുടെ വിജയത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കാനുണ്ടായിരുന്നുള്ളൂ. ഗായത്രിയുടെ അഹങ്കാരത്തിനേറ്റ് ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അത്. കാറിനുള്ളിൽ ശാരദ കുഷ്യൻ സീറ്റിലേക്ക് ചാരിയിരുന്ന് പുറത്തെ കാഴ്ചകൾ നോക്കി. പത്തനംതിട്ടയുടെ പച്ചപ്പും റബ്ബർ തോട്ടങ്ങളും ദൂരേക്ക് മാറിക്കൊണ്ടിരുന്നു. അവളുടെ മനസ്സിപ്പോൾ ഒരു തെളിഞ്ഞ ആകാശം പോലെ ശാന്തമായിരുന്നു. ഇത്രയും കാലം തന്റെ നെഞ്ചിൽ ഭാരമായി നിന്നിരുന്ന ജയിൽവാസത്തിന്റെയും ചതിയുടെയും ദുസ്വപ്നങ്ങൾ മാഞ്ഞുപോയിരിക്കുന്നു. അനന്യ തന്റെ അമ്മയുടെ തോളിൽ തല ചായച്ചു വരുന്നു. അമ്മേ, ഇനി എന്തിനെക്കുറിച്ചും വിഷമിക്കേണ്ട. നമ്മൾ തോറ്റുകൊടുത്തില്ല അമ്മേ. ലോകത്തിനു മുന്നിൽ നമ്മൾ ജയിച്ചു കാണിച്ചു. അനന്യയുടെ കണ്ണിൽ സന്തോഷാശ്രുക്കൾ നിറഞ്ഞുവരുന്നു. കാർ ഹൈവേയിലേക്ക് പ്രവേശിച്ചു. എഞ്ചിന്റെ ആ ഗംഭീരമുള്ള ശബ്ദം ഹൈവേയിൽ മുഴങ്ങി. ബാംഗ്ലൂരിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരുന്നു. ശാരദ തന്റെ ഫോണിലെ ബാങ്ക് ബാലൻസ് നോക്കിയില്ല, മറിച്ച് മകളുടെ മുഖത്തേക്കാണ് നോക്കിയത്. പണത്തേക്കാൾ വലിയ സമ്പാദ്യം തന്റെ മകളുടെ ഈ ആത്മവിശ്വാസമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. മംഗലത്ത് തറവാട്ടിലെ ആ പുറത്തെ വരാന്ത ഇനി ശാരദയുടെ ജീവിതത്തിൽ ഒരു ഓർമ്മ മാത്രമാണ്. പക്ഷെ ആ വരാന്ത നൽകിയ കരുത്ത് അവരുടെ ബാക്കി ജീവിതത്തിൽ എപ്പോഴും കൂടെയുണ്ടാകും. വിധി ചിലപ്പോൾ നമ്മെ തകർക്കുന്നത് നമ്മെ കൂടുതൽ ശക്തരാക്കാനാണെന്ന് അവൾ മനസ്സിലാക്കി. ലോകം അവളെ തള്ളിക്കളഞ്ഞപ്പോൾ അവൾ ലോകത്തെ തന്നെ കീഴടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആ ചുവന്ന കാർ ദൂരേക്ക് മറയുമ്പോൾ ഒരു വലിയ പോരാട്ടത്തിന്റെ ആദ്യഘട്ടം അവിടെ വിജയകരമായി അവസാനിക്കുകയായിരുന്നു. ഒരു പുതിയ ഉദയത്തിലേക്ക് അവൾ യാത്ര തിരിച്ചു. 3 വർഷങ്ങൾ. കാലത്തിന്റെ പ്രവാഹത്തിൽ 3 വർഷമെന്നത് വെറുമൊരു നിമിഷം മാത്രമായിരിക്കാം. എന്നാൽ ഗായത്രിയുടെ ജീവിതത്തിൽ അതൊരു യുഗത്തിന്റെ അന്ത്യമായിരുന്നു. പത്തനംതിട്ടയിലെ മംഗലത്ത് തറവാട് ഇപ്പോൾ പഴയതുപോലെ പ്രൗഢിയോടെ അല്ല നിൽക്കുന്നത്. വീടിന്റെ മതിലുകളിൽ പായൽ പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരിക്കൽ ശാരദ ഓരോ ദിവസവും ഉരച്ചു കഴുകി വൃത്തിയാക്കിയിരുന്ന ആ വലിയ വീടിന്റെ പൂമുഖത്ത് ഇന്ന് കരിയിലകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഐശ്വര്യം ആ പടി ഇറങ്ങിപ്പോയിരിക്കുന്നു എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും മനസ്സിലാകും. ഗായത്രിയുടെ ഭർത്താവ് വിശ്വനാഥൻ നടത്തിയ ബിസിനസ് സംരംഭങ്ങളെല്ലാം ഒന്നൊന്നായി തകർന്നു വീണു. ശാരദ പടി ഇറങ്ങിപ്പോയ ആ മാസങ്ങൾ തൊട്ടേ കരിനിഴലുകൾ ആ വീടിനെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. വിശ്വസിച്ച പങ്കാളി പണം മുഴുവൻ തട്ടിയെടുത്ത് മുങ്ങിയപ്പോൾ ഗായത്രിയും കുടുംബവും അക്ഷരാർത്ഥത്തിൽ വലിയൊരു കടക്കെണിയിലായി. ഒരിക്കൽ വലിയ വലിയ ലേഡീസ് ക്ലബ്ബുകളിലും വിരുന്നുകളിലും ഗായത്രിയെ പുകഴ്ത്തിയിരുന്ന സുഹൃത്തുക്കളെല്ലാം ഇപ്പോൾ അവരെ കണ്ടാൽ മുഖം തിരിച്ചു നടക്കുന്നു. പണത്തിന്റെയും അധികാരത്തിന്റെയും ലഹരിയിൽ കൂടെയുണ്ടായിരുന്ന നിഴലുകളെല്ലാം സൂര്യൻ അസ്തമിച്ചപ്പോൾ മാഞ്ഞുപോയി. ബാങ്കിൽ നിന്നുള്ള ജപ്തി നോട്ടീസുകൾ ഓരോന്നായി വരാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് താൻ എത്ര വലിയ അഗാധമായ ഗർത്തത്തിലേക്കാണ് വീഴുന്നതെന്ന് ഗായത്രി തിരിച്ചറിഞ്ഞത്. അന്ന് വൈകുന്നേരം മംഗലത്ത് തറവാടിന്റെ ഉമ്മറത്ത് ഗായത്രി തനിച്ചിരുന്നു. ശാരദയെ പുറത്തെ വരാന്തയിലിരുത്തി ആഹാരം കഴിപ്പിച്ച അതേ സ്ഥലത്തേക്ക് അവർ അറിയാതെ നോക്കിപ്പോയി. ആ മുറ്റത്ത് ശാരദയുടെ മകൾ ഫെറാറി കാറിൽ വന്നു നിന്ന ആ ദിവസം അവരുടെ ഉള്ളിലൊരു തീക്കനലായി ഇന്നും കിടപ്പുണ്ട്. വീട് ലേലത്തിൽ പോകാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എങ്ങോട്ടു പോകണമെന്നോ ആരോട് സഹായം ചോദിക്കണമെന്നോ ഗായത്രിക്ക് അറിയില്ലായിരുന്നു. സ്വന്തം ബന്ധുക്കൾ പോലും ആപത്കാലത്ത് വാതിലുകൾ കൊട്ടിയടച്ചു. അഭിമാനം പണയപ്പെടുത്തി ആരെയും വിളിക്കാൻ ആദ്യം അവർക്ക് മടിയായിരുന്നു. പക്ഷേ ഒടുവിൽ ഗതി കെട്ടപ്പോൾ മകളുടെ ഭാവി ഓർത്ത് അവരുടെ വിരലുകൾ വിറയലോടെ ഫോണിലെ ഒരു നമ്പറിലേക്ക് നീണ്ടു. ശാരദയുടെ പഴയ നമ്പർ. ആ നമ്പറിൽ ഇന്നും ശാരദ ഉണ്ടാകുമോ എന്നവർക്ക് ഉറപ്പില്ലായിരുന്നു. അപ്പുറത്ത് ഫോൺ ബെല്ലടിക്കുമ്പോൾ ഗായത്രിയുടെ ഹൃദയം പടപടാ ഇടിക്കുകയായിരുന്നു. ഓരോ ബെല്ലും അവരുടെ ആത്മവിശ്വാസത്തെ തകർത്തുകൊണ്ടിരുന്നു. ശാരദ ഫോൺ എടുക്കുമോ? എടുത്താൽ തന്നെ എന്നോട് സംസാരിക്കുമോ? ഞാൻ അവളോട് ചെയ്ത ക്രൂരതകൾക്ക് അവൾ എനിക്ക് മാപ്പ് നൽകുമോ? ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ തിരതല്ലി. 3ാമത്തെ ബെല്ലിൽ ഫോൺ എടുക്കപ്പെട്ടു. ഹലോ, ശാരദയാണ്. ആ ശബ്ദത്തിന് പഴയതിനേക്കാൾ ഉറപ്പും ശാന്തതയുമുണ്ടായിരുന്നു. അത് ശാരദ തന്നെയായിരുന്നു. ലോകം അംഗീകരിച്ച വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായിട്ടും അവൾ തന്റെ പഴയ നമ്പർ മാറ്റിയിരുന്നില്ല. ഗായത്രിയുടെ തൊണ്ടയിടറി. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി കവിളുകളെ നനച്ചു. ശാരദ, ഇത് ഗായത്രിയാണ്. മംഗലത്തെ ഗായത്രി. ഗായത്രി പറഞ്ഞു തീർക്കുന്നതിനു മുൻപേ അവരൊരു കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞുപോയി. ഒരു കാലത്ത് താൻ വെറുമൊരു വേലക്കാരിയായി കണ്ട് അടിച്ചമർത്താൻ ശ്രമിച്ച സ്ത്രീക്ക് ഇന്നവർക്ക് കരയാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അപ്പുറത്ത് ഫോണിലൊരു നിമിഷം നീണ്ട നിശബ്ദത പടർന്നു. ശാരദ ഒന്നും മിണ്ടിയില്ല. ആ നിശബ്ദത ഗായത്രിയെ വല്ലാതെ ഭയപ്പെടുത്തി.
ശാരദ ഫോൺ കട്ട് ചെയ്യുമോ എന്നവർ പേടിച്ചു. പക്ഷേ ശാരദ ചോദിച്ചത് ഗായത്രി പ്രതീക്ഷിച്ച ഒന്നായിരുന്നില്ല. എന്താണ് സംഭവിച്ചത് ഗായത്രി? എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ശാന്തിയാകൂ. യാതൊരു പരിഹാസമോ പഴയ പകയോ ഇല്ലാതെ ശാരദ ചോദിച്ചു. ആ ചോദ്യത്തിലുണ്ടായിരുന്ന കരുണ ഗായത്രിയെ കൂടുതൽ തളർത്തി. ഗായത്രി വിറയ്ക്കുന്ന ശബ്ദത്തിൽ തന്റെ തകർച്ചയെക്കുറിച്ച് പറഞ്ഞു. ബാങ്കുകാർ വീട് ജപ്തി ചെയ്യാൻ വരുന്നതും ബിസിനസ്സിലെ ചതിയും എല്ലാം അവർ വിവരിച്ചു. എനിക്ക് ആരോട് ചോദിക്കണമെന്നറിയില്ല ശാരദ. എല്ലാവരും എന്നെ കൈവിട്ടു. ഞാൻ നിനക്ക് ചെയ്ത ദ്രോഹങ്ങൾ എനിക്കറിയാം. നീ എന്നോട് ക്ഷമിക്കുമെന്ന് പോലും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഈ തറവാടി ലേലത്തിൽ പോയാൽ ഞങ്ങൾക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. എനിക്കിപ്പോൾ നീയല്ലാതെ മറ്റൊരു വഴിയുമില്ല. നിന്നെ സഹായിക്കണമെന്ന് പറയാൻ പോലും എനിക്ക് അർഹതയില്ലെന്നറിയാം. ശാരദ അപ്പോഴും അക്ഷോഭയായിരുന്നു. വിഷമിക്കണ്ട ഗായത്രി, കരയുന്നത് നിർത്തൂ. നടന്നതെല്ലാം കഴിഞ്ഞു. ഞാൻ ഉടനെ എന്റെ ലീഗൽ ടീമിനെ അങ്ങോട്ട് അയക്കാം. ബാങ്കിലെ കാര്യങ്ങളെല്ലാം അവർ നേരിട്ട് ചെന്ന് നോക്കിക്കൊള്ളാം. തൽക്കാലം നിങ്ങൾ ആ വീട്ടിൽ തന്നെ ഇരിക്കൂ. വീട് ലേലത്തിൽ പോകില്ല. അടുത്ത ദിവസങ്ങളിൽ മംഗലത്ത് തറവാട്ടിലേക്ക് വക്കീലന്മാരുടെയും സാമ്പത്തിക വിദഗ്ധരുടെയും ഒരു നിര തന്നെയെത്തി. ശാരദയുടെ നിർദ്ദേശപ്രകാരം അവർ ബാങ്കിലെ കടങ്ങളെല്ലാം തീർത്തു. ജപ്തി നടപടികൾ നിർത്തലാക്കി. ഗായത്രിക്ക് വിശ്വസിക്കാനായില്ല. താൻ പുറത്താക്കിയ, താൻ ആഹാരം പോലും നായികൾക്കൊപ്പം നൽകിയ ആ സ്ത്രീ ഇന്ന് തന്റെ കുടുംബത്തിന്റെ രക്ഷകയായി മാറിയിരിക്കുന്നു. താൻ ഇത്രയും കാലം അണിഞ്ഞു നടന്ന പണത്തിന്റെയും പ്രതാപത്തിന്റെയും മുഖമുഷ്ടി എത്രമാത്രം പൊള്ളയായിരുന്നു എന്ന് അവർ ഓരോ നിമിഷവും തിരിച്ചറിഞ്ഞു. 2 ആഴ്ചയ്ക്ക് ശേഷം പത്തനംതിട്ടയിലെ ഒരു ചെറിയ പാർക്കിൽ വെച്ച് ശാരദയും ഗായത്രിയും കണ്ടുമുട്ടി. ശാരദ വലിയൊരു മേഴ്സഡീസ് കാറിലാണ് വന്നത്. അവളോടൊപ്പം അനന്യയുമുണ്ട്. ശാരദയുടെ വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലും ഇന്നൊരു വലിയ ബിസിനസ് ഐക്കഡിന്റെ പ്രൗഢിയുണ്ട്. പക്ഷെ അവളുടെ കണ്ണുകളിൽ പഴയ ആ സൗമ്യത മായാതെ നിൽക്കുന്നുണ്ടായിരുന്നു. ഗായത്രിയുടെ അടുത്തേക്ക് വന്ന ശാരദ അവരെ ചേർത്തുപിടിച്ചു. ഗായത്രിയുടെ മുഖം വിളറി വെളുത്തിരുന്നു. പഴയ അഹങ്കാരമെല്ലാം ആ മുഖത്തു നിന്നും മാഞ്ഞുപോയി. ഗായത്രി കരഞ്ഞുകൊണ്ട് ശാരദയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ശാരദ, എനിക്ക് നിന്നോട് മാപ്പ് ചോദിക്കാൻ പോലും വാക്കുകളില്ല. ഞാൻ നിന്നെ അത്രമാത്രം വേദനിപ്പിച്ചു. നിനക്ക് എന്നെ ഈ അവസ്ഥയിൽ കണ്ട് സന്തോഷിക്കാമായിരുന്നു. നിന്നെ അപമാനിച്ച എനിക്ക് ഇതൊക്കെ വരണമെന്ന് നിനക്ക് വിചാരിക്കാമായിരുന്നു. എന്നിട്ടും നീ എന്തിനാണ് എന്നെ സഹായിച്ചത്? എന്തിനാണ് ലക്ഷങ്ങൾ ചെലവാക്കി എന്റെ തറവാട് വീണ്ടെടുത്തു തന്നത്? ശാരദ ഗായത്രിയെ ഒരു ബെഞ്ചിലേക്കിരുത്തി. എന്നിട്ട് ശാന്തമായി പറഞ്ഞു, ഗായത്രി, പണ്ട് ഞാൻ ആ വരാന്തയിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ മനസ്സിൽ നിങ്ങളോട് പകയായിരുന്നില്ല, മറിച്ച് സങ്കടമായിരുന്നു. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ ഇത്രമാത്രം തരംതാഴ്ത്തി കാണാൻ എങ്ങനെ കഴിയുന്നു എന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എന്നെ സഹായിക്കാൻ കഴിയില്ല എന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച വേദന എനിക്കറിയാം. ആ വേദന നിങ്ങൾ അനുഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നോടൊരാൾ ക്രൂരത കാണിച്ചാൽ തിരിച്ച് ഞാനും ക്രൂരത കാണിച്ചാൽ പിന്നെ എന്നിലും നിങ്ങളിലും തമ്മിൽ എന്താണ് വ്യത്യാസം? ഗായത്രി തല താഴ്ത്തിയിരുന്നു. ശാരദ തുടർന്നു, നിങ്ങൾ എന്നെ പുറത്തിരുത്തിയത് നിങ്ങളുടെ അന്നത്തെ നിലവാരമാണ്. എന്നാൽ നിങ്ങളെ സഹായിക്കുക എന്നത് എന്റെ ശീലമാണ്. ഞാൻ നിങ്ങളെ സഹായിച്ചത് നിങ്ങളത് അർഹിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് സഹായം ചോദിച്ചു വരുന്നവരെ തിരിച്ചയക്കാത്തത് എന്റെ പാരമ്പര്യമായതുകൊണ്ടാണ്. പണം ഇന്നുണ്ടാകും, നാളെ പോകും. പക്ഷേ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം. ശാരദയുടെ വാക്കുകൾ ഗായത്രിയുടെ ഉള്ളിലെ അഹങ്കാരത്തിന്റെ അവസാന തരിയെയും ഇല്ലാതാക്കി. അനന്യ ഗായത്രിക്കൊരു ഫയൽ നൽകി. ഇത് വീടിന്റെ ആധാരമാണ്. ബാങ്കിലെ എല്ലാ ബാധ്യതകളും അമ്മ തീർത്തിട്ടുണ്ട്. ഇനി ഇതിന്മേൽ ആർക്കും അവകാശമില്ല. നിങ്ങൾക്കവിടെ സമാധാനമായി ജീവിക്കാം. മാധവൻ അങ്കിൾ നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളിലും സഹായം നൽകും. ഗായത്രി ആ ഫയൽ വാങ്ങുമ്പോൾ അവരുടെ കൈകൾ വിറയ്ക്കുകയായിരുന്നു. അവർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ശാരദ തന്റെ കാറിലേക്ക് നടന്നു. അവൾ പോകുന്നത് നോക്കി ഗായത്രി അവിടെ തന്നെയിരുന്നു. വിധി എത്ര വിചിത്രമാണ്! ഒരിക്കൽ താൻ ഒന്നുമല്ലെന്ന് കരുതിയവൾ ഇന്ന് തനിക്ക് ജീവൻ നൽകിയിരിക്കുന്നു. ശിക്ഷയേക്കാൾ വലിയ പ്രഹരം ചിലപ്പോൾ സ്നേഹപൂർണമായ മാപ്പായിരിക്കുമെന്ന് ഗായത്രി അന്ന് മനസ്സിലാക്കി. ആകാശത്തും മഴക്കാറുകൾ മാറി വെളിച്ചം പരക്കുകയായിരുന്നു. ഗായത്രിയുടെ ജീവിതത്തിലും ഒരു പുതിയ മാറ്റം സംഭവിക്കുകയായിരുന്നു. അഹങ്കാരത്തിന്റെ പടിയിറങ്ങി മനുഷ്യത്വത്തിന്റെ പടികൾ ചവിട്ടാൻ അവർ തയ്യാറെടുത്തു. ശാരദ നൽകിയ ഈ 2ാം ജന്മം ഇനി എങ്ങനെ ജീവിക്കണമെന്ന് അവർ ഉറപ്പിച്ചു. ബംഗളൂരുവിലെ തിരക്കേറിയ വൈറ്റ്ഫീൽഡിൽ സ്ഥിതി ചെയ്യുന്ന അനന്യ ടെക് പാർക്ക് ഇന്ന് ലോകമുറ്റുനോക്കുന്ന ഒരു ഗവേഷണ കേന്ദ്രമാണ്. പണ്ട് പത്തനംതിട്ടയിലെ ഒരു ചെറിയ വിറകുപുരയിൽ പൊട്ടിയ ലാപ്ടോപ്പുമായിരുന്നിരുന്ന ശാരദ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള വനിതാ സംരംഭകരിൽ ഒരാളായി മാറിയിരിക്കുന്നു. വിശാലമായ ഗ്ലാസ് ഭിത്തികളുള്ള തന്റെ ഓഫീസിലിരുന്ന് പുറത്തെ നഗരക്കാഴ്ചകൾ നോക്കുമ്പോൾ ശാരദയുടെ മുഖത്ത് പഴയ ആ വേദനയുടെ നിഴലുകളില്ല. പകരം
കഠിനാധ്വാനത്തിലൂടെയും ക്ഷമയിലൂടെയും നേടിയെടുത്ത ഒരു ശാന്തതയുണ്ട്. അവിടെ അവൾ വെറുമൊരു ഉടമസ്ഥയല്ല, തന്നെപ്പോലെ പ്രതിസന്ധികളിൽ അകപ്പെട്ടുപോയ നൂറുകണക്കിനു സ്ത്രീകൾക്ക് തൊഴിലും ആത്മവിശ്വാസവും നൽകുന്ന ഒരു തണൽ മരം കൂടിയാണ്. ശാരദ തന്റെ കമ്പനിയിൽ ഒരു പുതിയ തൊഴിൽ സംസ്കാരം കൊണ്ടുവന്നിരുന്നു. അവിടെ ആരെയും അവരുടെ വസ്ത്രത്തിന്റെയോ പദവിയുടെയോ പേരിൽ മാറ്റി നിർത്തില്ല. ഓഫീസിലെ സെക്യൂരിറ്റി ജീവനക്കാരനായാലും ക്ലീനിംഗ് തൊഴിലാളിയായാലും അവർക്ക് സിഇഒയോടൊപ്പം ഒരേ ഡൈനിംഗ് ഹാളിലിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം അവൾ നൽകി. പണ്ട് ഗായത്രിയുടെ വീട്ടിന്റെ പുറത്തെ വരാന്തയിലിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്ന ആ നിമിഷമാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പ്രേരണയെന്ന് ശാരദയ്ക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അധികാരം മറ്റുള്ളവരെ അടിച്ചമർത്താനല്ല, മറിച്ച് എല്ലാവരെയും ചേർത്തു പിടിക്കാനാണെന്ന് അവൾ തന്റെ ഓരോ പ്രവൃത്തിയിലൂടെയും ലോകത്തിന് കാണിച്ചുകൊടുത്തു. തന്റെ ജീവനക്കാർക്ക് നൽകുന്ന ബഹുമാനം അവർ തിരിച്ചു കമ്പനിക്ക് നൽകുന്ന ആത്മാർത്ഥതയായി മാറുന്നത് അവൾ സന്തോഷത്തോടെ നോക്കിനിന്നു. അതേസമയം പത്തനംതിട്ടയിലെ മംഗലത്ത് തറവാട്ടിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. ശാരദ നൽകിയ രണ്ടാം ജന്മം ഗായത്രിയെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റിയിരുന്നു. താൻ അണിഞ്ഞു നടന്നിരുന്ന പട്ടുസാരികളും വില കൂടിയ ആഭരണങ്ങളും ഗായത്രി ഉപേക്ഷിച്ചു. മംഗലത്ത് തറവാട് ഇപ്പോൾ വെറുമൊരു വീടല്ല. ശാരദയുടെ സാമ്പത്തിക സഹായത്തോടെ ഗായത്രി അവിടെ ഒരു സൗജന്യ ഭക്ഷണശാലയും പഠനകേന്ദ്രവും ആരംഭിച്ചിരുന്നു. പണ്ട് ശാരദയെ ഇരുത്തിയിരുന്ന അതേ വരാന്തയിൽ ഇന്ന് വിശന്നു വരുന്നവർക്ക് ഗായത്രി സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വിളമ്പി നൽകുന്നു. അഹങ്കാരത്തിന്റെ പടിയിറങ്ങിയ ആ മനസ്സിൽ ഇപ്പോൾ മറ്റുള്ളവരോടുള്ള കരുണയാണ് നിറഞ്ഞു നിൽക്കുന്നത്. വീട്ടിന്റെ ഉമ്മറത്ത് വന്നിരിക്കുന്ന ഓരോ മനുഷ്യനിലും അവൾ പണ്ട് കണ്ടില്ലെന്ന് നടിച്ച ശാരദയുടെ മുഖം കാണാൻ ശ്രമിച്ചു. ഒരു മാസത്തിനുശേഷം ശാരദ തന്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തി. ഇത്തവണ അവൾ വന്നത് ആരെയും അമ്പരപ്പിക്കാനോ തന്റെ സമ്പത്ത് കാണിക്കാനോ അല്ല, മറിച്ച് താൻ കടന്നുവന്ന വഴികളിലെ കല്ലും മുള്ളും ഒരിക്കൽ കൂടി കാണാനാണ്. ശാരദയുടെ കാർ മംഗലത്ത് തറവാടിന്റെ പടിക്കൽ വന്നു നിന്നു. ഗേറ്റ് തുറന്നുകിടക്കുകയായിരുന്നു. കാറിൽ നിന്നിറങ്ങിയ ശാരദയെ കണ്ട് ഗായത്രി പടിക്കിലേക്ക് ഓടിവന്നു. പഴയ ആ ഗൗരവമോ ഗമയോ ആ മുഖത്തില്ല. പകരം ഒരു പ്രിയപ്പെട്ട സഹോദരിയെ ദീർഘകാലത്തിനു ശേഷം കണ്ടുമുട്ടിയ സന്തോഷമായിരുന്നു ഗായത്രിയുടെ കണ്ണുകളിൽ. ശാരദ, നീ വരുമെന്ന് ഞാൻ കരുതിയില്ല, ഗായത്രി അവരുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശാരദ പുഞ്ചിരിച്ചു. ഞാൻ വരാതിരിക്കുമോ ഗായത്രി? ഈ വീടിന്റെ പടികളാണ് എന്നെ ഇന്നത്തെ ശാരദയാക്കി മാറ്റിയത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ ഞാൻ പഠിച്ചത് ഇവിടെ നിന്നാണ്. ഗായത്രി ശാരദയെ അകത്തേക്ക് ക്ഷണിച്ചു. പണ്ട് ശാരദയ്ക്ക് പ്രവേശനമില്ലാതിരുന്ന ആ വലിയ ലിവിംഗ് റൂമിലെ പ്രധാന കസേരയിൽ ഗായത്രി അവളെ ഇരുത്തി. ഗായത്രി തന്നെ പോയി ശാരദയ്ക്കായി ചായ തയ്യാറാക്കി കൊണ്ടുവന്നു. ചായക്കപ്പ് ശാരദയ്ക്ക് നൽകുമ്പോൾ ഗായത്രിയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ശാരദ, നീ എനിക്ക് നൽകിയത് വെറുമൊരു വീടല്ല, മറിച്ച് എങ്ങനെ ഒരു മനുഷ്യനായി ജീവിക്കണമെന്ന പാഠമാണ്. പണ്ട് നീ ഈ മുറ്റത്ത് നിൽക്കുമ്പോൾ നിന്റെ ഉള്ളിലെ ആ വലിയ മനസ്സ് കാണാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നോർത്താണ് എനിക്കിപ്പോഴും സങ്കടം. നീ എന്നോട് ക്ഷമിച്ചു എന്നത് എനിക്കിന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശാരദ ഗായത്രിയുടെ കൈകളിൽ തട്ടി ആശ്വസിപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് ഗായത്രി. ഓരോ മനുഷ്യനും ഓരോ സമയത്ത് ഓരോ പാഠങ്ങൾ പഠിക്കാനുണ്ട്. ചിലർ അനുഭവങ്ങളിലൂടെ പഠിക്കും, ചിലർ തിരിച്ചടികളിലൂടെ പഠിക്കും. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഈ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ തറവാടിപ്പോൾ യഥാർത്ഥത്തിൽ ഐശ്വര്യമുള്ളതായി മാറിയിരിക്കുന്നു. പണമല്ല, സ്നേഹമാണ് ഈ തറവാടിന്റെ ഐശ്വര്യം. ഇത്രയും പേർക്ക് ആഹാരം നൽകുന്ന ഈ വീട് പവിത്രമാണ്. അവർ രണ്ടുപേരും കൂടി വരാന്തയിലേക്ക് നടന്നു. അവിടെ കുറച്ചു കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. ശാരദ ആ കുട്ടികളോട് സംസാരിച്ചു. അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. പണ്ട് താൻ അനുഭവിച്ച അതേ ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ആ കുട്ടികൾക്ക് ശാരദ ഒരു വലിയ മാതൃകയായിരുന്നു. മടങ്ങാൻ നേരത്തെ ശാരദ ഗായത്രിയോട് തന്റെ ഭർത്താവിനെക്കുറിച്ച് ചോദിച്ചു. ഗായത്രി തലയാട്ടി. വിവേക് ഇപ്പോൾ ബാംഗ്ലൂരിൽ വളരെ കഷ്ടപ്പാടിലാണെന്ന് കേട്ടു. ചെയ്ത ചതികൾക്കെല്ലാം കാലം അവന് മറുപടി നൽകി. നിയമപരമായ നടപടികൾ അവനെ പിന്തുടരുന്നുണ്ട്. അവന് മാപ്പ് നൽകാൻ എനിക്ക് കഴിയില്ല ശാരദ, കാരണം അവൻ ചെയ്തത് അത്ര വലിയ ചതിയാണ്. ശാരദ ഒന്നും മിണ്ടിയില്ല. പകരം ചെയ്യാനോ അവനെ ദ്രോഹിക്കാനോ അവൾ ആഗ്രഹിച്ചില്ല. കാരണം തന്റെ വിജയം തന്നെയാണ് അവനുള്ള ഏറ്റവും വലിയ ശിക്ഷയെന്ന് അവൾക്കറിയാമായിരുന്നു. ശാരദ തന്റെ കാറിലേക്ക് നടക്കുമ്പോൾ ആകാശത്തൊരു മഴവില്ല് തെളിഞ്ഞു. മഴയ്ക്കും വെയിലിനും ഇടയിൽ തെളിയുന്ന ആ മഴവില്ല് പോലെയായിരുന്നു അവളുടെ ജീവിതവും. കഷ്ടപ്പാടുകളുടെ കറുത്ത മഴ കഴിഞ്ഞ് വിജയത്തിന്റെ പൊൻവെളിച്ചം വന്നപ്പോൾ അവളുടെ ജീവിതം വർണ്ണാഭമായിരിക്കുന്നു. യാത്ര തിരിക്കുന്നതിന് മുൻപ് ശാരദ ഒരിക്കൽ കൂടി ആ പഴയ വരാന്തയിലേക്ക് നോക്കി.
അവിടെ ഇരുന്ന നായ്ക്കൾക്ക് ഇന്നും ഗായത്രി ഭക്ഷണം നൽകുന്നുണ്ട്. ശാരദ മെല്ലെ കാറിൽ കയറി. കാറ് നീങ്ങി തുടങ്ങിയപ്പോൾ ഗായത്രി കൈ വീശി യാത്രയാക്കി. ശാരദയുടെ മനസ്സിലിപ്പോൾ ഒരു വലിയ ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നി. മാപ്പു നൽകുക എന്നത് പ്രതികാരം ചെയ്യുന്നതിനേക്കാൾ വലിയൊരു സുഖമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. പക മനസ്സിൽ കൊണ്ടു നടക്കുന്നത് നമ്മെ തന്നെ ദഹിപ്പിക്കുമെന്നും ക്ഷമിക്കുന്നത് നമ്മെ സ്വതന്ത്രരാകുമെന്നും അവൾ മനസ്സിലാക്കി. ബംഗളൂരിലേക്കുള്ള മടക്കയാത്രയിൽ ശാരദ തന്റെ ഡയറിയിൽ ഇപ്രകാരം എഴുതി: ജീവിതം നമ്മെ എവിടെയെങ്കിലും തളിച്ചിടാൻ ശ്രമിച്ചാൽ അവിടെ തളർന്നു പോകാതെ ഒരു പുതിയ ലോകം പടുത്തുയർത്താൻ ശ്രമിക്കുക. നിങ്ങളെ പുറത്തെ വരാന്തയിലിരുത്തിയവർ തന്നെ നിങ്ങൾക്കു വേണ്ടി ഉമ്മറത്ത് കസേരയിടുന്ന ഒരു കാലം വരും. അതിനായി വേണ്ടത് പകയല്ല, മറിച്ച് വിട്ടുകൊടുക്കാത്ത അന്തസ്സും കഠിനാധ്വാനവുമാണ്. ഓരോ വീഴ്ചയും ഒരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള തയ്യാറെടുപ്പാണ്. കാറ് ദൂരേക്ക് മറയുമ്പോൾ പത്തനംതിട്ടയുടെ മലനിരകൾക്കു മുകളിൽ സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. പക്ഷേ ശാരദയുടെ ജീവിതത്തിൽ അത് ഒരിക്കലും അസ്തമിക്കാത്ത ഒരു വിജയത്തിന്റെ പ്രഭാതമായിരുന്നു. ഈ കഥ നമുക്ക് നൽകുന്നത് വെറുമൊരു അതിജീവനത്തിന്റെ പാഠമല്ല, മറിച്ച് മനുഷ്യത്വത്തിന്റെയും ക്ഷമയുടെയും മഹത്തായ സന്ദേശമാണ്. ശാരദ എന്ന ആ പഴയ വേലക്കാരിയിൽ നിന്നും ശാരദ എന്ന ബിസിനസ് ടൈക്കൂണിലേക്കുള്ള ദൂരം കേവലം പണത്തിന്റെ ദൂരമായിരുന്നില്ല, മറിച്ച് ഒരു വലിയ മനസ്സിന്റെ വളർച്ചയുടെ ദൂരമായിരുന്നു. തന്റെ മകൾ അനന്യയുടെ ഭാവി സുരക്ഷിതമാക്കിയതിനൊപ്പം തന്നെ വേദനിപ്പിച്ചവർക്ക് പോലും താങ്ങായി നിന്നുകൊണ്ട് ശാരദ തന്റെ ജീവിതം ധന്യമാക്കി. അന്തസ്സുള്ള ഒരു സ്ത്രീയുടെ മനോഹരമായ യാത്രയവിടെ സഫലമായി.